ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യയുടെ ബഹിരാകാശ നിലയം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ 2028 വിക്ഷേപണം ചെയ്യപ്പെടുമെന്ന് ISRO ചെയർമാൻ S സോമനാഥ് അറിയിക്കുന്നു. അവിടെയും ഒരു BJP വൽക്കരണമുണ്ട്. ഇന്ത്യൻ അന്തരീക്ഷ സ്റ്റേഷൻ അല്ല, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനാണ്. പേരുകളൊക്കെ ക്രമേണ മാറുകയാണ്. അതെന്തായിരുന്നാലും എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്, ബഹിരാകാശ നിലയത്തെ പുലികൾ എന്ന് പറയുന്നത് ഒരു സംശയവും വേണ്ട, അമേരിക്ക തന്നെയാണ്. മറ്റൊരു ശക്തി ഉണ്ടായിരുന്നു, റഷ്യക്ക് സ്വന്തമായ സ്പേസ് സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. അവരാ പരിപാടി നിർത്തി. ഇപ്പൊ അമേരിക്കയുമായി സഹകരിച്ച് സംയുക്തമായിട്ടാണ് ബഹിരാകാശ പര്യവേഷണം നടത്തുന്നതും സ്പേസ് സ്റ്റേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും. എന്തുകൊണ്ട്? പണം തന്നെ മുഖ്യ കാരണം. ഒരു ബഹിരാകാശ നിലയം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആയിരക്കണക്കിന് കോടി ഡോളർ മുടക്കേണ്ടി വരും വർഷാവർഷം. അത് റഷ്യയെ പോലെയുള്ള ഒരു രാജ്യത്തിന് അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ അവർ ആ ഉദ്യമം ഉപേക്ഷിച്ചു. അത് തന്നെയാണ് ഇന്ത്യയുടെ കാര്യത്തിലും. ഇന്ത്യയെ പോലെയുള്ള ഒരു ദരിദ്ര രാഷ്ട്രത്തിന് ഇത്തരം ഒരു സ്പേസ് സ്റ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനാകുമോ, അഥവാ അത്തരം ഉദ്യമം ആവശ്യമാണോ എന്ന് രണ്ടുവട്ടം ചിന്തിക്കേണ്ടതല്ലേ? എനിക്ക് ഓർമ്മ വരും, ഞങ്ങളുടെ വീടിനടുത്തൊരു മത്തായ ചേട്ടനുണ്ട്. പുള്ളിക്ക് വലിയ വരുമാനമൊന്നുമില്ല, പിള്ളേര് പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ, ചെറിയ ജോലിയൊക്കെ ഉള്ളൂ. പക്ഷേ പുള്ളി വീടിന്റെ ഫ്രണ്ട് വലിയൊരു ലക്ഷൂറിയസ് കാർ വാങ്ങിയിട്ടുണ്ട്. ലോൺ എടുത്തതാ. മാസാമാസം തവണ അടയ്ക്കാൻ അദ്ദേഹം കഷ്ടപ്പെടുക. വല്ല കാര്യമുണ്ടോ? താങ്ങാനാവുന്നതല്ലേ വാങ്ങാവൂ. കാർ വാങ്ങുന്നത് തെറ്റല്ല, ലോൺ എടുത്താണെങ്കിൽ പോലും. പക്ഷേ തങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് അല്ലേ സ്പെൻഡ് ചെയ്യാവൂ, അല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടേണ്ടി വരും. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ പറ്റി ആലോചിച്ച് നോക്ക്. 8 കോടിയിലേറെ ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് താഴെയാണ്. ഒന്നും വേണ്ട, സ്വന്തമായി കക്കൂസ് ഇല്ലാത്ത എത്രയായിരം പേരുണ്ട് ഇന്ത്യയിൽ? ആയിരമോ? കോടിക്കണക്കിന് ആളുകൾ. ഡൽഹിയില് പ്രധാനമന്ത്രിയുടെ മൂക്കിന് താഴെ 100 കണക്കിന് ആളുകൾ ഇന്നും റെയിൽവേ ട്രാക്കില രാവിലെ അപ്പിയിടുന്നത്. ഞാൻ കാട്ടിത്തരാം, സംശയമുണ്ടെങ്കിൽ വരൂ. അതുപോലെ ഇന്ത്യയുടെ നഗരങ്ങളിൽ മൂടിയില്ലാത്ത ഓടകൾ എത്ര സ്ഥലത്തുണ്ട്? എല്ലായിടത്തും തന്നെ അങ്ങനെ തന്നെയാ. മൂടിയില്ലാത്ത ഓടയെന്ന് പറയുന്നത് നിസ്സാരമായി തള്ളിക്കളയരുത്. ഒരു വീട്ടിലെ എല്ലാവിധ മാലിന്യങ്ങളും ഇത്തരം തുറന്ന ഓടകളിലേക്കാണ് ഒഴുകിയെത്തുന്നത്. പൊട്ടിയൊഴുകുന്ന ഓടകളും ദുർഗന്ധം വമിക്കുന്ന കനാലുകളും നമുക്കും അവിരതമൊന്നുമല്ല. ഒറ്റ മഴ പെയ്യുമ്പോൾ ഈ ഓടകളെല്ലാം നിറഞ്ഞു കവിയും. നിങ്ങൾക്കറിയാമോ, നഗരങ്ങളിലെ ഒട്ടുമുക്കാലും വീടുകളുടെ വേസ്റ്റ് വാട്ടർ, കക്കൂസ് വേസ്റ്റ് വാട്ടർ ഈ ഓടയിലേക്കാണ് വരുന്നത്. ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ മഴയ്ക്ക് അവ നിറഞ്ഞു കവിയും. കക്കൂസ് മാലിന്യങ്ങൾ റോഡിലൂടെ ഒഴുകി നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാൽനടക്കാരന്റെ നരകമെന്നേ പറയേണ്ടതുള്ളൂ, അവനെ സഹിച്ചു വെക്കൂ. അങ്ങനെ എന്തെല്ലാം ബേസിക് നീഡ്സ് നമുക്ക് നേടുവാനുണ്ട്, എന്തെല്ലാം ബേസിക് പ്രോബ്ലംസ് നമുക്ക് പരിഹരിക്കുവാനുണ്ട്. ഇത് മാത്രമാണോ വിലക്കയറ്റം? നോക്ക്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അന്യായ വിലക്കയറ്റമാണ്. പച്ചക്കറി, പലവ്യഞ്ജനം എല്ലാം. ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിന് ആയിരക്കണക്കിന് കോടി ഡോളർ മുടക്കി ഒരു ബഹിരാകാശ നിലയം നിലനിർത്തേണ്ട കാര്യമുണ്ടോ? ഇറ്റ്സ് എ ക്വസ്റ്റൻ ഓഫ് പ്രിയോറിറ്റീസ്. ഒരു രാജ്യം, ഒരു ഗവൺമെന്റ് എന്തിനാണ് പ്രാമുഖ്യം നൽകുന്നത് എന്നുള്ളതാണ് പ്രധാനം. സാധാരണ ജനങ്ങളുടെ സാധാരണ ആവശ്യങ്ങൾക്കാണോ പ്രാധാന്യം നൽകേണ്ടത്, അതോ പ്രൗഢി കാണിക്കാൻ ഒരു ബഹിരാകാശ നിലയം അല്ലെങ്കിൽ സ്പേസ് എക്സ്പ്ലോറേഷൻ അതിനുവേണ്ടി കോടികൾ മുടക്കേണ്ടതാണോ പ്രധാനം? അനാവശ്യമെന്ന് ഞാൻ പറയുന്നില്ല, അതിന് പരിധിയും പരിമിതിയുമുണ്ട്. നമ്മുടെ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം, നാഷണൽ ഇൻകം ഇതൊക്കെ ഉയരുന്ന അനുസരിച്ച് ക്രമാനുഗതമായി മാത്രമേ അതിലേക്ക് പണം മുടക്കാവൂ. ഇത്രയേറെ പ്രശ്നങ്ങളുള്ള ഇന്ത്യയെ പോലെയുള്ള ദരിദ്ര രാഷ്ട്രം. ഏതാണെങ്കിലും ഉദ്യമം നടക്കട്ടെ. ISROയ്ക്കും BJP ഗവൺമെന്റിനും എല്ലാവിധ ഭാവങ്ങളും. പദ്ധതി വിജയിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു.